ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഹിന്ദി. ഇപ്പോൾ നിങ്ങൾക്ക് വാർഷിക പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഹിന്ദിയുടെ മോഡൽ എക്സാം അല്ല ഇത്, ആക്ച്വലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ നിങ്ങളിതൊരു മോഡലായിട്ട് വെക്കുക. എന്നിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണമെന്ന് നോക്കി ആ ഭാഗങ്ങൾ ഒന്നുകൂടി അവസാനം റിവൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. മാക്സിമം നമുക്ക് റിപ്പീറ്റേഷൻ ഒക്കെ വരാറുള്ളതാണ് ചോദ്യപേപ്പറുകളിൽ. അപ്പോൾ എന്തുകൊണ്ടും പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ ഒരു തവണയെങ്കിലും നോക്കുന്നത് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ, 7ാം ക്ലാസ്സിലെ ആനുവൽ ഇവാലുവേഷൻ 2024-25 ചോദിച്ച പ്രീവിയസ് ഇയർ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഗതിവിധി ഫസ്റ്റ് നമുക്ക് സൂചന തന്നിട്ടുണ്ട്. ഗണ്ട് പഠേ ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയെ. തന്നിരിക്കുന്ന ആ ഒരു പാരഗ്രാഫ് വായിക്കുക. 3 ലൈനേ ഉള്ളൂ. അത് വായിച്ചിട്ട് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ആദ്യം ഞാൻ ആ 3 ലൈൻ ഒന്ന് വായിക്കാം. അനുക്കോ ഏക് സൈക്കിൾ ലേനി थी, माँ को तो उसने मना लिया पर पापा नहीं माने. उन्हें लगता है कि अनु का हर आग्रह पूरा होता रहा तो वह बिगड़ी जाएगी. पापा एक गुल्लक लाए और बोले, पहले कुछ पैसा जमा कर लो फिर साइकिल ले लेना. ഗുല്ലക് ഏക് ഖൂബ്സൂരത് ഹാത്തിക്ക് ആകാർ കാ താ. അപ്പോൾ അനുവിന് ഒരു സൈക്കിൾ വേണമായിരുന്നു. പക്ഷെ അമ്മ അതിന് സമ്മതിച്ചില്ല, അച്ഛനും സമ്മതിച്ചില്ല. എന്താണ്, അനു ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സാധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവളുടെ ക്യാരക്ടർ മോശമായി പോവും അല്ലേ. എന്ത് വേണമെന്ന് പറഞ്ഞാലും വാങ്ങി തന്നു കഴിഞ്ഞാൽ നമുക്കതിനൊരു വില ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ ചീത്തയാവാൻ അങ്ങനെ ഒരു കാര്യം കൊണ്ട് എത്തിക്കും. അപ്പോൾ എന്ത് വേണം പറഞ്ഞ് വാശി പിടിച്ചാലും വാങ്ങിക്കൊടുക്കരുതെന്നായിരുന്നു അനുവിൻ്റെ പാരൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. പാപ്പ ഈ ഗുല്ലക്ക്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, നമ്മൾ പണക്കൊടുക്കയില്ലേ, നമ്മുടെ പൈസ ഇട്ട് വെക്കുന്നത്, അത് കൊണ്ടുവന്നിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് പറയും, നീ ആദ്യം കുറച്ച് പൈസ കളക്ട് ചെയ്യൂ ഇതിൽ, എന്നിട്ട് നമുക്ക് സൈക്കിൾ വാങ്ങാമെന്ന് പറയും. ആ ഒരു പണക്കൊടുക്ക ഏത് രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു ആനയുടെ രൂപത്തിലുള്ള പണക്കൊടുക്കയായിരുന്നു. അപ്പം നോക്കുക, ഗദ്യാംശ് കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖി. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന. അനുനെ മാക്കോ മനാലിയ. അമ്മേനെ സമ്മതിപ്പിച്ചു എന്നാണ് കേട്ടോ. മാക്കോത്തോ ഉസ്നെ മനാലിയ എന്നാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. അമ്മേനെ ഇവള് പറഞ്ഞ് സമ്മതിപ്പിച്ചു, അച്ഛനാണ് സമ്മതിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ശരിയായ പ്രസ്താവന അനുവിനെ മാക്കോ മനാലിയ എന്നാണ്. അടുത്തത്, പാപ്പാക്കോ കിസ്ക ഡർത്ത. അച്ഛന് എന്തായിരുന്നു ഭയം? അനുക്കെ ബിഗഡ് ജാനേക്ക. അടുത്ത ചോദ്യം, അനു ക്യാ ചാഹത്തി തി ഓർ പാപ്പ ക്യാ ലായേ. അനു എന്താണ് ആഗ്രഹിച്ചത്, അച്ഛൻ എന്താ കൊണ്ടുവന്നത്? അനു ആഗ്രഹിച്ചത് സൈക്കിൾ വേണമെന്നാണ്, പക്ഷെ അച്ഛൻ പണക്കൊടുക്ക കൊണ്ടു കൊടുത്തു അല്ലെ. പാപ്പ ഗുല്ലക് ലായേ. അടുത്തത്, ഗുല്ലക് കിസ്കെ ആകാർ കാത്ത. ഗുല്ലക്കിന്റെ രൂപം എങ്ങനത്തെ ആയിരുന്നു? ഹാത്തിക്ക്, ആനയുടെ ഷേപ്പ് അല്ലെ. അടുത്ത ചോദ്യം, സൈക്കിൾ ഖരീദനെ കെ ലിയെ പാപ്പാനെ ക്യാ ഉപായ് ബതായ. സൈക്കിൾ വാങ്ങാൻ വേണ്ടി അച്ഛൻ ശുപാർശ ചെയ്ത, അച്ഛൻ പറഞ്ഞ ഐഡിയ എന്തായിരുന്നു? ഗുല്ലക് മേം പൈസ ജമാ കർണേ കാ. പണക്കുടുക്കിൽ പൈസ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അടുത്ത ഗതിവിധി 2 പ്രേം കെ സിവ ഓർ കുച്ച് നഹി. ഡയറി കാ ഈ അംശ പഠേ ഓർ പ്രശ്നം കെ ഉത്തർ ലിഖേ. അപ്പം നമുക്ക് പ്രേം കെ സിവ കുച്ച് നഹിയിലെ ലൈൻസ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ വായിക്കുക. അതിനെ തുടർന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. अभाव, बीमारी, गरीबी, दुख के बीच भी साधारण लोगों ने अपने जीवन में दौड़ा दौड़ा प्रेम, दौड़ी दौड़ी आत्मीयता और मनुष्यता बचाकर रखी है. उन्हें देखते हुए सोचती हूँ कि धरती में प्रेम सबसे ताकतवर मूल्य है. यही इंसान के भीतर समर्पण ला सकता है. അപ്പോൾ ഇതിൽ സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. പ്യാർ കെ ലിയെ ഗണ്ട് में प्रयुक्त शब्द कौन सा है. അപ്പോൾ പ്രേം, പ്യാർ എന്നുള്ള സ്നേഹം എന്നുള്ളതിന് ആ പാരഗ്രാഫിൽ തന്നിരിക്കുന്നത് പ്രേമാണ് കേട്ടോ, ഓപ്ഷൻ ബി. അടുത്തത്, संकेतों की सहायता से धरती में प्रेम सबसे ताकतवर मूल्य है विषय पर लघु लेख लिखें. തന്നിരിക്കുന്ന ഹിന്റ് വെച്ചിട്ട് ധർത്തി മേ പ്രേം സബ്സെ താക്കത്വർ മൂല്യ ഹെ എന്ന ടോപ്പിക്കിൽ നമ്മളൊരു ലഘുലേഖ തയ്യാറാക്കണം. അപ്പം നമുക്കത് നോക്കാം. प्रेम धरती का सबसे ताकतवर मूल्य. संसार में प्रेम ही एक ऐसी शक्ति है जो कठिन से कठिन परिस्थितियों में भी इंसान को टूटने नहीं देती. जैसा कि कहा गया है, अभाव
बीमारी और गरीबी के बीच भी अगर इंसान जीवित है तो वह आपसी में प्रेम और आत्मीयता के कारण ही है। प्रेम की महत्व को निम्नलिखित बिंदुओं से समझा जा सकता है। प्रेम ही एक धागा है जो दो अनजानी आत्माओं को जोड़ता है। इससे समाज में कड़वाहट दूर होती है और मेल जोल बढ़ता है। आज की भागदौड़ भरी दुनिया में यदि मनुष्यता बची हुई है तो उसका आधार प्रेम ही है। प्रेम ही हमें दूसरे के प्रति दयालु और संवेदनशील बनाता है। प्रेम निस्वार्थ होता है, जिससे गहरी मित्रता का जन्म होता है। ये इंसान के भीतर समर्पण की भावना लाती है, जिसे वह दूसरों के लिए त्याग करने को तैयार रहता है। अतः ये कहना बिल्कुल सही है कि धरती पर प्रेम से बढ़कर कोई दूसरा मूल्य नहीं है। यही वह शक्ति है जो दुनिया को जिंदा। അടുത്തത് बारिश के बाद कहानी का ये अंश पढ़े और प्रश्नों के उत्तर लिखे नाना। गुडली अभी कीड़े को जाते हुए देख ही रहा था कि गुड्डू ने आवाज दी, देख गुडली गोकुल गया। कितनी सुंदर मखमला लाल रंग का काड़ी होती है गोकुल गाय। बारिश के अलावा और किसी मौसम में दिखती ही नहीं है। गोकुल गैया किस मौसम में दिखती है? बारिश के मौसम में। അടുത്തത് गुड्डू और गुडली गोकुल गैया को देखता है, वह उसे पकड़कर स्कूल ले जाना चाहते हैं। അതിനെ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഈ ഗുഡ്ഡും ഗുഡലിയുടെയും കോൺവെർസേഷൻ ആണ് വേണ്ടത്, സംഭാഷണം. ഗുഡ്ഡു ദേ ഗുഡലി ഗോകുൽ ഗയ. गुडली वाह बहुत सुंदर. बाकी നമ്മൾ എഴുതണം गुड्डू चल इसे पकड़कर स्कूल ले चलते हैं, टीचर को दिखाएंगे. गुडली हाँ जल्दी कर, कहीं ये चला न जाए. गुड्डू अरे ये तो बहुत छोटा है, आराम से पकड़ में आ जाएगा. गुडली चल बाइक में डाल लेता है, फिर स्कूल में निकालेंगे. അടുത്തത് ഗതിവിധി 4 ആണ്. സൂചന ഹാത്യോം की ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് 4 ചിത്രകഥ തന്നിട്ടുണ്ട്, 1 2 3 4. ഇത് വായിച്ചിട്ട് നിങ്ങൾ ഒരു കറക്റ്റ് ആക്കാനാണ്. നമുക്കിതിൽ സെന്റൻസ് റീഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്, നമ്മളത് ഓർഡർ ആക്കി എഴുതണം. കണ്ടോ, ചിത്ര के आधार पर वाक्यों को क्रमबद्ध करें എന്നാണ്. നമുക്ക് തന്നിരിക്കുന്നതിന് സെന്റൻസ് റീഅറേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്താൽ മാത്രം മതി. ആദ്യ ചിത്രത്തിലുള്ളത് ഹത്തിനി अपने दोनों बच्चों के साथ सड़क पार कर रही है ആണ്. രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് हथिनी और उसका बड़ा बच्चा आसानी से डिवाइडर पर करता है, छोटा बच्चा डिवाइडर पार करने में असमर्थ होता है. हथिनी डिवाइडर पार करने में छोटे बच्चे की सहायता करती है. ആ 4 ചിത്രങ്ങളിലുള്ളത് നമ്മളൊന്ന് ഓർഡർ ആക്കി എഴുതി, അത്രേ വേണ്ടൂ ഇവിടെ. അടുത്തത് यह बच्चे के प्रति हथिनी का कौन सा मनोभाव प्रकट होता है? प्यार का. അടുത്തത് गतिविधि 5 जन्नत के बच्चे फिल्मी लेकर ये अंश पढ़े और प्रश्नों के उत्तर लिखे എന്നാണ്. അപ്പോൾ जन्नत के बच्चे फिल्म लेगाണ്. फिल्म का नाम चिल्ड्रन ऑफ हेवन यानी जन्नत के बच्चे. ये एक ईरानी फिल्म है. इस फिल्म के मुख्य किरदार है अली और ज़ारा नाम के 2 बच्चे. നിങ്ങൾക്കറിയാം ഫിൽമിലേക്ക് ചിൽഡ്രൻ ഓഫ് ഹെവൻ ആണ് ഇതിന് ഇംഗ്ലീഷ് നെയിം വരുന്നത്. ഇതൊരു ഇറാനി സിനിമയാണ്. സാറയും അലിയുമാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായ 2 കുട്ടികൾ. ചിൽഡ്രൻ ഓഫ് ഹെവൻ കഹാ की फिल्म है? आंसर ईरान की. അടുത്ത ചോദ്യം आपके स्कूल में जुरीली हिंदी मंच के नेतृत्व में चिल्ड्रन ऑफ हेवन का प्रदर्शन होने वाला है. इसकी सूचना देने के लिए उद्घोषणा तैयार करें. ഒരു നോട്ടീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഉദ്ഘോഷണ. सभी विद्यार्थियों को सूचित किया जाता है कि हमारे स्कूल की सुरीले हिंदी मंच के नेतृत्व में एक विशेष फिल्म प्रदर्शन का आयोजन किया जा रहा है. इस अवसर पर सुप्रसिद्ध और प्रेरणादायक ईरानी फिल्म चिल्ड्रन ऑफ हेवन जन्नत के बच्चे दिखाई जाएगी. ये फिल्म अली और ज़ारा नाम के 2 भाई बहनों की मर्मस्पर्शी कहानी है जो हमें सादगी, संघर्ष और आपसी प्रेम की सीख देती है. അപ്പോൾ ഡേറ്റ്, ടൈം, പ്ലേസ് കൊടുക്കുക. ദിനാങ്ക് നമ്മളിവിടെ ഒരു 25 മാർച്ച് 2026 കൊടുത്തിട്ടുണ്ട്. സമയം ഉച്ചയ്ക്ക് 1 മണിയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലേസ് സ്കൂൾ प्रेक्षागृह ऑडिटोरियम ആണ്. आप सभी से अनुरोध है कि समय पर उपस्थित होकर इस बेहतरीन सिनेमा का आनंद ले. സംയോജക് സുരീല ഹിന്ദി മഞ്ച്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെറുതാക്കാം വലുതാക്കാം കേട്ടോ. ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്.
അടുത്തത് गतिविधि 6 ആണ്. साफ सफाई में अव्वल गांव लेग का ये अंश पढ़े और प्रश्नों के उत्तर लिखे. यहाँ लोग अपने घर से निकलने वाले कूड़े कचरे का भी डस्टबिन में जमा करते हैं और फिर उसे एक जगह इकट्ठा कर देती है के लिए गाद की तरह इस्तेमाल करते हैं. മൗളിനോങ് के लोग कूड़े कचरे इकट्ठा कर किसके लिए इस्तेमाल करता है. അപ്പോൾ മൗളിനോങ്ങിലെ ആൾക്കാർ ഈ നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തവർ എന്തിനാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? ഗേത്തി लिए ആണ്. അടുത്തത് स्वस्थ रहने के लिए पर्यावरण को साफ रखना है. ये संदेश देने वाला एक പോസ്റ്റർ തയ്യാറാക്കാൻ. അപ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് നമ്മുടെ പൊല്യൂട്ട് ആവാണ്ട് എന്താ പറയാ ക്ലീൻ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പോസ്റ്ററാണ് വേണ്ടത്. നമ്മൾ സ്വച്ഛ് പര്യാവരൺ സ്വസ്ഥ ജീവൻ ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഒരു സന്ദേശം കൊടുക്കുക. കച്ചറ സഹി ജഗह डाले, प्लास्टिक का उपयोग न करे, अपने आसपास सफाई रखे, स्वच्छता अपनाए, बीमारियों भगाए. ഒരു ഏതെങ്കിലും ഒരു പിക്ചർ കൊടുക്കുക കേട്ടോ. ഭൂമിയുടെയും അതുപോലെ ക്ലീൻലിനെസിൻ്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ട് എന്ത് വേണം നിങ്ങൾക്ക് കൊടുക്കാം. ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്നും കൂടി ഒന്ന് പറയാം. ക്യാ കരെ ക്യാ നാ കരെ. കച്ചറ ഹമേഷ കൂടേദാൻ മേൻ ഡാലെ, വലിച്ചെറിയാതെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ മാത്രം ഇടുക. ഗുലേ മേൻ കൂടാ ന ഫേങ്കെ, गीले कचरे से गाद बनाए, प्लास्टिक का उपयोग न करें, अपने आसपास पेड़ पौधे लगाए, ജൽ സ്രോതവും കോ ഗന്ധ ന കരെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. ഒരു തവണയെങ്കിലും എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് മാക്സിമം ഒരു ചോദിച്ച പോർഷനിൽ തന്നെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. എപ്പോഴും ചോദിക്കുന്ന ഡയറി, ലേഖനം, അതുപോലെ പാരഗ്രാഫ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ, നോട്ടീസ്, പോസ്റ്റർ ഇങ്ങനെയുള്ളതെല്ലാം റിപ്പീറ്റേഷൻ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ കോൺവെർസേഷൻ, ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ എല്ലാ ലെസൺസും നന്നായി വായിക്കാൻ ശ്രമിക്കുക. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസേഴ്സ് ഉണ്ടായിരിക്കും. മാക്സിമം നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നന്നായി എക്സാം എഴുതുക. എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി എക്സാം എഴുതുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.